നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ മഴ വീണ്ടും ജാഗ്രതയുടെ നിറമണിഞ്ഞു. ഇന്ന് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന യെല്ലോ അലർട്ട്, നാളെ അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന ഓറഞ്ച് അലർട്ടും 15-നും 16-നും അതിതീവ്ര മഴ പ്രതീക്ഷിക്കുന്ന റെഡ് അലർട്ടുമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ രാമായണ മാസത്തിൽ 4 ദിവസത്തെ രാമായണോത്സവം നടത്താൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് യോഗം തീരുമാനിച്ചു. മുൻകാലങ്ങളിൽ 10 ദിവസം രാമായണ പ്രഭാഷണങ്ങൾ നടത്തിയതിനു പകരം ദിവസം 2 എണ്ണം വീതം 3 ദിവസങ്ങളിലായി 6 പ്രഭാഷണങ്ങൾ നടത്തും. വെന്നിയൂർ നാസിറുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠനാരംഭവും ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനവും സയ്യിദ് അബ്ദുൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നിയമ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മാതൃയോഗ്യമായ ജീവിതം നയിച്ച വലിയ വ്യക്തിത്വമായിരുന്നു തിരൂരിലെ കാരണവർ അഡ്വക്കേറ്റ് VM.K. അഹമ്മദ് എന്ന് സൗഹൃദവേദി തിരൂർ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KP റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ചുങ്കം പ്രവാസി UAE ചാപ്റ്റർ സംഘടിപ്പിച്ച ഈദ് മിലൻ 2025 ചുങ്കം ഫെസ്റ്റിന് പ്രൗഢമായ പരിസമാപ്തി. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ ബലിപെരുന്നാൾ ദിനത്തിലാണ് വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറിയത്. പരിപാടികൾ സീനിയർ അംഗം KPA അസീസ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26-ന് തിരൂരിൽ കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല സമാപനത്തിൻ്റെ ഭാഗമായി 26-ന് തിരൂരിൽ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും. നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ തുന്നാരൻകൂട് എന്ന വേറിട്ട പഠനരീതിയുടെ വിജയം ഉൾക്കൊണ്ട് താനൂർ പരിയാപുരം സെൻട്രൽ AUP സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പരിപാടി K. ജനചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പോത്തുകൽ, പൂക്കോട്ടുംപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത്. തിരൂർ തൃക്കണ്ടിയൂർ സ്വദേശി മേലെ വീട്ടിൽ ബാബുവിൻ്റെ അടച്ചിട്ട വീട്ടിൽ മോഷണം. വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് സ്വർണം കവർന്നു. വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തകർത്ത നിലയിൽ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ പുറത്തൂർ മരവന്തിയിലെ മുഹമ്മദ് അഫാനെ തിരൂർ സാംസ്കാരിക വേദി ഉപഹാരം നൽകി ആദരിച്ചു. സാംസ്കാരിക വേദി പ്രസിഡന്റ് MA റഫീഖ് ഉപഹാരം സമർപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.